ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം രാജ്യത്ത് ഏറ്റവും അധികം ലാൻഡും ഒപ്പം അതുമായി ബന്ധപ്പെട്ട സ്വത്ത് വകകളും കൈകാര്യം ചെയ്യുന്ന ഒരു സ്വതന്ത്ര ബോഡിയാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡ് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു കാര്യം പറയാൻ സാധിക്കും. ഇന്ത്യയെ പോലുള്ള മതേതര മൂല്യങ്ങൾ പുലർത്തുന്ന മതേതര ഭരണഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ വഖഫ് നിയമങ്ങൾ ചില ആശങ്കകൾ രാജ്യത്തിന് സമ്മാനിക്കുന്നുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള ആശങ്കകൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ല് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് വഴിമരുന്നിട്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ, ഒപ്പം തന്നെ ഇസ്ലാമിക സംഘടനകൾ, ഇവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പാണ് ആ നിയമ ഭേദഗതിക്കെതിരെ ഉയർന്നു വന്നത്. ഏറ്റവും ഒടുവിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ ജോയിന്റ് പാർലമെന്ററി കമ്മീഷന് വിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്യാനുള്ള ചരിത്രപരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ആ ഒരു തീരുമാനം എടുത്തത്? ഒപ്പം തന്നെ അതിനെ എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നത്? അവരുടെ എതിർപ്പിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഈ വിഷയങ്ങളാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. ആദ്യം ഈ വഖഫ് എന്താണ്? ഈ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക നിയമം അനുശാസിക്കുന്ന രീതിയിൽ മതപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ്, അതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു ഭേദഗതി അതിനെ പലപ്പോഴും ഈ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നു. അവർ എതിർക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതി എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്ന പോയിന്റിലേക്കാണ് നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഈ വഖഫ് ബോർഡിന്റെ നിലവിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിലവിൽ ഈ ഇന്ത്യയിലെ വഖഫ് ബോർഡിന്റെ കീഴിൽ ഏകദേശം 8 ലക്ഷത്തിലധികം മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് നിലനിൽക്കുന്നത് 9 ലക്ഷം ഏക്കറിലധികം വരുന്ന ഭൂമിയിലാണ് ഈ വരുന്ന പ്രോപ്പർട്ടീസ് നിലനിൽക്കുന്നത്. അതായത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രോപ്പർട്ടീസിന്റെ ഉടമസ്ഥത വഹിക്കുന്നത് ഈ വഖഫ് ബോർഡിനാണ്. അതിനകത്ത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ചില വസ്തുതകൾ കൂടി ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ ഒരു ഭൂമിക്ക് ഉടമയായിട്ടുള്ള വഖഫ് ബോർഡ്, ഈ വഖഫ് ബോർഡ് നിലനിൽക്കുന്ന ഒരു സ്വതന്ത്ര ബോഡി, അതായത് നമുക്കൊരു തരത്തിൽ പറയാൻ സാധിക്കും ഒരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് ഈ വഖഫ് ബോർഡിന്റെ ഒരു പ്രവർത്തനം. ഒപ്പം തന്നെ ഇന്ത്യയിലെ മുഖ്യധാര നിയമ സംവിധാനങ്ങൾക്ക് വെളിയിലാണ് പലപ്പോഴും ഈ വഖഫ് ബോർഡിന്റെ ഒക്കെ ഒരു പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ അതിന്റെ കുറെ കൂടി ഡീറ്റെയിലേക്ക് വരുമ്പോൾ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് ഒരു 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 സ്ഥലത്തിന് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് എതിരെ അപ്പീൽ പോകേണ്ടത് മറ്റ് സിവിൽ കോടതികളിലോ ഒന്നുമല്ല. അതായത് വഖഫ് ട്രിബ്യൂണൽ എന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് അതിനെതിരെ അപ്പീൽ പോകേണ്ടത്. വഖഫ് ട്രിബ്യൂണൽ ആകട്ടെ അതിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് വഖഫുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു തങ്ങളുടെ പ്രോപ്പർട്ടിയിൽ മേൽ വഖഫ് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ആവശ്യം, ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു നീതി ലഭ്യമാകും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും പറയാൻ സാധിക്കില്ല. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നു. ഒപ്പം ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ആ പ്രോപ്പർട്ടിനെ ബേസ് ചെയ്ത് ഒരു വായ്പ എടുക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ ആ വ്യക്തിക്ക് സാധിക്കില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിലെ ചില നമുക്കറിയാം ഒരു കിരാത നിയമം എന്ന് വേണ്ടി നമുക്ക് വിശേഷിപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട ചില സെഷൻസ് ആണ്. അതായത് സെഷൻ 3 വഖഫ് ആക്ട് 1995 പറയുന്നത്, ഇഫ് ദി വഖഫ് തിങ്സ് ദാറ്റ് ദി ലാൻഡ് ബിലോങ്സ് ടു എ മുസ്ലിം ദെൻ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി വഖഫ്. അതായത് വഖഫ് തിങ്സ് ദാറ്റ്, വഖഫിന് അങ്ങ് തോന്നുവാണ് ഈ ഒരു പ്രോപ്പർട്ടി വഖഫിന്റേതാണ് അല്ലെങ്കിൽ മുസ്ലിമിന്റേതാണ് തോന്നിക്കഴിഞ്ഞാൽ വഖഫിന് സ്വന്തമാക്കാൻ സാധിക്കും. ഇനി സെക്ഷൻ 85 ഓഫ് ദി വഖഫ് ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് യു കനോട്ട് സാറ്റിസ്ഫൈ ദി വഖഫ് ബോർഡ് ട്രിബ്യൂണൽ ദാറ്റ് ഇറ്റ് ഈസ് യുവർ ഓൺ
land, then you will be ordered to vacate the land. അത് വഖഫ് ബോർഡിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും ഓടിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം. ഇനി സെക്ഷൻ 40 എന്താണ് പറയുന്നത്? സെക്ഷൻ 40 ഓഫ് ദി വഖഫ് ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് when the വഖഫ് ബോർഡ് lays a claim on the land of a person, it is not the responsibility of the വഖഫ് board to prove the claim on the land, but the real owner of the land has to prove the ownership of the land. അതായത് the burden of പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ പറയുന്ന വ്യക്തി, അതായത് ഇപ്പൊ എന്റെ അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടിന്മേൽ വഖഫ് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. അതിന് വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോകേണ്ട ഒരു കാര്യം. അപ്പോൾ ശരിക്കും ഒരു ചരിത്രപരമായിട്ടൊരു പശ്ചാത്തലം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കുറെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാനിൽ നിന്നും ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പോയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ അന്ന് സ്വാതന്ത്ര്യാനന്തരം അന്നത്തെ സർക്കാർ ഈ വഖഫ് ബോർഡിലേക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട 1955 വഖഫ് ബോർഡ് ആക്ട് വരുന്നു. 1995 ഈ വഖഫ് ബോർഡിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു ആക്ട് വരുന്നു. 2013 ഒരു അൺലിമിറ്റഡ് പവർ നൽകിക്കൊണ്ടുള്ള ആക്ട് വരുന്നു. മറു സൈഡിൽ പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? ഈ പാകിസ്ഥാനിൽ നിന്ന് പോകുന്ന ഹിന്ദുസിന്റെ ഒക്കെ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോജി, അതായത് ഒരു ഭരണഘടന അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന, മതേതര ഭരണഘടന അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ നാളുകളിൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യമല്ലേ? അതായത് നിരവധി ഭൂമികൾ നമുക്കറിയാം, ഇഷ്ടംപോലെ ഉദാഹരണം നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാം. ഗവൺമെന്റ് ഭൂമി ഉൾപ്പെടെ ഒരു സുപ്രഭാതത്തിൽ വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് മാറുന്ന ഒരു സാഹചര്യം, ലോക പൊളിറ്റിക്സിന്റെ ഒരു സാഹചര്യം കൂടി നാം നോക്കണം. നമുക്ക് ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം. ഇപ്പം ഇസ്രായേൽക്കാർ 1000ഓളം വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ദേശം സ്വന്തം മറ്റേ ഈ പറയുന്ന മുസ്ലിം വിഭാഗക്കാരുടേതാണെന്ന് പറഞ്ഞാണ് അവിടെ പ്രശ്നം നടക്കുന്നത്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ വഖഫ് ബോർഡിന്റെ ഒരു നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ശരിക്കും ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നില്ലേ ജോർജി? നമ്മള് ശരിക്കും ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രമാത്രം എന്താ പറയുക, ഒരു ബഹുസ്വര കമ്മ്യൂണിറ്റിയുള്ള ഇന്ത്യയിൽ, വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇന്ത്യയിൽ ഇതുപോലൊരു നിയമം, വളരെ ഒരു വിചിത്രമായ നിയമം, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു നിയമം പ്രാബല്യത്തിലായിരുന്നു എന്ന കാര്യം ശരിക്കും ഞാൻ പറയാം. ഈ ഒരു കിരൺ റിജ്ജു എന്ന് പറയുന്ന ഈ മൈനോറിറ്റി മിനിസ്റ്റർ ഈ ഒരു അമെൻഡ്മെന്റ് കൊണ്ടുവന്നപ്പോഴാണ് ശരിക്കും നമുക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്ക് ഇതിനെക്കുറിച്ച്, ഈ ഒരു ഫാക്ടിനെ കുറിച്ച് യാതൊരു ബോധ്യമില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ എന്നാ ജോർജ് പറഞ്ഞ പോലെ ജസ്റ്റ് ഓർത്ത് നോക്കിയേ, ഇപ്പോൾ വഖഫ് ബോർഡിന് തോന്നുകയാണ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അവിടെയാണ്, മറ്റൊന്നും വേണ്ട അവർക്ക്. ഇഫ് ദേ ഹാവ് എ റീസൺ ടു തിങ്ക് ദാറ്റ് ദ പ്രോപ്പർട്ടി ഈസ് ദെയർ ഓൺ, പിന്നെ അവർക്ക് അവിടെ ക്ലെയിം ചെയ്യാം. ഇനി അതിനേക്കാളും വലിയൊരു കാര്യം ഇതാണ്, അവരുടെ പ്രോപ്പർട്ടി നാളെ എന്റെയോ ജോർജിയുടെയോ അല്ലെങ്കിൽ ഹരുണിന്റെയോ ഒരു പ്രോപ്പർട്ടി അവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പ്രോപ്പർട്ടി അവർ ക്ലെയിം ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോപ്പർട്ടി, എന്തിന്റെ പ്രോപ്പർട്ടി ആണെങ്കിലും അവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് മറ്റു ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നും ഇല്ല. നമ്മൾ നമുക്ക് സിവിൽ കോർട്ടിൽ പോകാൻ പറ്റിയല്ല. അതാണ് ട്രൈബ്യൂണൽ. പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണൽ എന്താ പറയുക ഇവരുടെ തന്നെയാണ്. അതായത് നമ്മളെ ആര് തല്ലുന്നോ അവർ തന്നെ അടുത്ത് പോയി നമ്മൾ അവരോട് എന്താ പറയാ നീതിവശം ചോദിക്കേണ്ട അവസ്ഥ. എന്തുമാത്രം കഷ്ടം. അതും ഈ ഒരു കാലഘട്ടത്തിൽ ഭാരതം പോലുള്ള ഒരു മതേതര രാജ്യത്താണ് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഇതിന്റെ മറ്റൊരു, ഞാൻ ഇതിനെ കുറിച്ചുണ്ട് ഇതിന്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും ജോർജ്, ബ്രിട്ടീഷുകാർ ഈ ഒരു നിയമം കേട്ടപ്പോൾ, സുൽത്താൻമാർ സ്ഥാപിച്ച് ഈ നിയമം കേട്ടപ്പോൾ അവരതിനെ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഒരിക്കലും നടപ്പാക്കാൻ പാടില്ലാത്ത അപ്പം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് നമ്മളത് മനസ്സിലാക്കണം. അവർ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് അവർ മുസ്ലിങ്ങളോട് കാണിക്കുന്ന ആ ഒരു വലിയ താല്പര്യപ്രകാരം ഈ വഖഫ് ബോർഡിന് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകി. പിന്നെ കാലാകാലങ്ങളിൽ ഞാൻ പറയാം, 2005 2013 അല്ലെങ്കിൽ 1995 ഈ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് ഗവൺമെന്റ് വഖഫ് ബോർഡിനുമായി ബന്ധപ്പെട്ട നിയമഭേദഗതി വരുത്തുമ്പോഴെല്ലാം അവർക്ക് കൂടുതൽ അതൊരു അനുകൂലമായി മാറുകയത്. ഇവിടെ ജോർജ് പറഞ്ഞു 2013 ആ ഒരു ഭേദഗതി അത് വളരെ അപകടമുള്ള ഭേദഗതി. കാരണം വെച്ചാൽ ആ പ്രകാരം ട്രൈബ്യൂണലാണ് അതിന്റെ അപ്പർമോസ്റ്റ് ബോഡി. അത് പിന്നെ അവർക്ക് അതിന് മുകളിൽ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഈ 2013 ഒരു കാര്യം കൂടി പറയാൻ സാധിക്കും. ഇപ്പൊ ജോർജ് പറഞ്ഞ സ്ഥിതിക്ക് ഈ 2013 ഒരു അവരുടെ ഭേദഗതിയിലെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇതിനു മുമ്പ് പെർമനന്റ് ഡെഡിക്കേഷൻ ബൈ എനി പേഴ്സൺ എന്നുള്ളത് ബൈ എ പേഴ്സൺ പ്രൊഫസിംഗ് ഇസ്ലാം എന്നായിരുന്നു. 2013 പെർമനന്റ് ഡെഡിക്കേഷൻ ബൈ എനി പേഴ്സൺ. അതിനുശേഷം വലിയ രീതിയിലാണ് വലിയ പ്രോപ്പർട്ടീസ് ഒക്കെ ഈ വഖഫ് ബോർഡിന്റെ കീഴിലേക്ക് വന്നത്. അല്ല, ഈ വഖഫ് ബോർഡിന് വളരെ ഒരു രസകരമായ ഒരു കാര്യം, ഒരിക്കലും ഒരു താജ്മഹലിന് ഒരു ക്ലെയിം പറഞ്ഞു. ഈ താജ്മഹലിന് ക്ലെയിം പറഞ്ഞപ്പോൾ അന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു ദീപക് മിശ്ര ചോദിച്ചത്,
നിങ്ങൾക്ക് ഷാജഹാന്റെ കയ്യിൽ നിന്ന് വല്ല പേപ്പറോ വല്ല ഡോക്യുമെന്റ് വല്ലതും ഉണ്ടോ? അത് ഞാൻ പറയണം. അത് അപ്പൊ ആ രീതി പോകും. അപ്പം നമ്മൾ ഓർത്ത് നോക്കി, ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രത്യേകമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ കമ്മ്യൂണിറ്റികൾ തിങ്ങിപ്പറക്കുന്ന ഒരു രാജ്യത്ത് ഈ രീതിയിലുള്ള ചില നിയമപരമായ അവകാശങ്ങൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി കൊടുത്ത് അതിന്റെ ഒരു അപകടം മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ഈ മുസ്ലിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അതിനവർക്ക് ഹജ്ജ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മദ്രസകളുണ്ട്, അല്ലെങ്കിൽ ഈ മദ്രസ കമ്മിറ്റികളുണ്ട്, അങ്ങനെ മറ്റു പലതുമുണ്ട്. ഇവർക്കിത് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കാര്യത്തിൽ മാത്രമാണ് ശരിക്കും. അപ്പോൾ 1976 ഈ ട്രൈബ്യൂണൽ കമ്മിറ്റി അവിടെ ഒരു ഈ എൻക്വയറി പ്രകാരം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ശരിക്കും ഒരു BJP ഗവൺമെന്റ് ഇത് നടപ്പാക്കാൻ കാരണമുണ്ട്. വർഷങ്ങളായിട്ട് ഇതിനെല്ലാം പരിശോധിച്ച് പഠിച്ചപ്പോൾ അന്ന് 1976 പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞതാണ്, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു വലിയ ലാൻഡ് മാഫിയ ആയിട്ട് അങ്ങോട്ട് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ അങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടു. അവര് ഒരു ഭയങ്കര ലാൻഡ് ഓണേഴ്സായി മാറി. അവർ മുസ്ലിങ്ങളുടെ, സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു ശ്രദ്ധയില്ല, പാവങ്ങളുടെ കാര്യം ശ്രദ്ധയില്ല. ഇനി അതിനെക്കാട്ടി മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, അവർക്ക് ഒന്നും യാതൊരു നീതി ലഭിക്കുന്നില്ല, സ്ത്രീകൾക്ക് പരിഗണനയില്ല, ഇങ്ങനെ ഒരുപാട് വിഭാഗം. അപ്പൊ അവർ വല്ലാതെ പ്രോപ്പർട്ടി അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിൽ ഗവൺമെന്റ് ഇടപെടണം, ഗവൺമെന്റിന് അതിൽ എന്തെങ്കിലും കാര്യമായി തീരുമാനം എടുക്കണം പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞതാണ്, ശരിക്കും ഒരുപാട് ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു, മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടികൾ തന്നെ ഇവർ പിടിക്കുന്നു, പിന്നെ മറ്റു മതസ്ഥരെ പിടിക്കുന്നു, ഇങ്ങനെ രാജ്യത്തിന് പിടിക്കുന്നു, മുസ്ലിം സ്ത്രീകൾക്ക് ഇല്ല കിട്ടുന്നില്ല. അതെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ ഇങ്ങനെ കിടക്കാണ്. പക്ഷേ ഈ ഡിസ്പ്യൂട്ടുകളിലൊന്നും കാര്യമായ തീരുമാനം ഉണ്ടാകുന്നു. ട്രൈബ്യൂണൽ ഇങ്ങനെ അവർ അത് പറഞ്ഞ മനസ്സിലായി. ഈ ട്രൈബ്യൂണലിന് ഇത് നമ്മൾ പെറ്റീഷൻ കൊടുത്ത വലിയ അവസ്ഥയാണത്. അവർക്ക് എത്ര കാലം വേണം നീട്ടാം. 40,000-ഓളം കേസുകളാണ് ട്രൈബ്യൂണലിന്റെ ഭാഗമായിട്ട് തീർപ്പിനായിട്ട് കിടക്കുന്നത്. ജോജി പറഞ്ഞ കറക്റ്റ്, അവർക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ അപ്പീലിൽ തീരുമാനം ഉണ്ടാകണമെന്ന് യാതൊരു വ്യവസ്ഥയൊന്നും ഇതിനകത്ത് യാതൊരു സിവിൽ ലോയും ഇല്ല, യാതൊരു ക്രിമിനൽ ലോയും ഒന്നുമില്ല. അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഇവർക്ക് അനന്തം നീട്ടിക്കൊണ്ട് പോകാം. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, അപ്പൊ എല്ലാം കൂടെ ഒരു അരാജകത്വ അവസ്ഥ, കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ വരുന്നതാണ്, ഇതിന്റെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഈ ഓഡിറ്റിങ് അതൊന്നും അത്ര പ്രോപ്പർ അല്ല ശരിക്കും. കാരണം വെച്ചാൽ വഖഫ് ബോർഡിന് ഉള്ള ഇപ്പോൾ ജോർജ് പറഞ്ഞ പോലെ ഉള്ള ലാൻഡിന്റെയും ഉള്ള സ്വത്തിന്റെയും ആ ഒരു അളവെടുക്കുമ്പോൾ അത് വളരെ കൂടുതലാണ്. എന്തായാലും അതിൽ ലഭിക്കുന്ന ഇൻകം വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അവിടെ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. അപ്പോൾ അതിന്റെ പ്രോപ്പറായിട്ട് ഓഡിറ്റിങ്ങിന് ഗവൺമെന്റ് ഇടപെടണം. മറ്റൊന്ന് പറഞ്ഞത്, കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ അവശ വിഭാഗങ്ങളുടെ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയും ഇവർ കാണിക്കുന്നില്ല. അപ്പൊ അത് കാരണം അതിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഈ റെക്കമെൻഡേഷൻസ് കാലാകാലങ്ങളിൽ വന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഗവൺമെന്റുകൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ BJP ഗവൺമെന്റ് ഇവരൊന്നും ചെയ്യാൻ മടിച്ച, അല്ലെങ്കിൽ ഇവരൊക്കെ ഭയപ്പെട്ട കാര്യങ്ങൾ അവർ ആ രീതി ചെയ്യാൻ അവർ തയ്യാറായി. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇത് മതപരമായ കാര്യങ്ങളുള്ള ഇൻവോൾവ്മെന്റ് ആണ്, ഇത് ഒരു മതത്തിന്റെ വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, ഇത് നമ്മൾ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തലാണ്. ജോജി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇത് ഒരു മതപരമായ ഒരു അടിച്ചമർത്തൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഒരു ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ലോയാണ് വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തെ നിയമത്തിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇത് ശരീഅത്ത് നിയമപ്രകാരം ഒരു മുസ്ലിം അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ഒരു ഭൂമി അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഇതാണ് വഖഫ്. അതായത് ഈ ഭൂമി എല്ലാ കാലത്തേക്കും ഈ ലോകാവസാനം വരേക്കും ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമിയുമേൽ ഗവൺമെന്റിനോ മറ്റൊരു വ്യക്തിക്കോ ഒരാൾക്കോ അവകാശമില്ല, ഇത് കൈമാറ്റം ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് എവിടുത്തെ നിയമമാണ്? ഈ നിയമം ശരീഅത്ത് നിയമമാണ്. ഈ ശരീഅത്ത് നിയമം ഇന്ത്യയുടെ നിയമത്തിന്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്തപ്പോൾ വീണ്ടും കടുപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഭൂമി മാത്രമല്ല, അവർ എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ സ്ഥലങ്ങളും വഖഫ് പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് ഒഴിഞ്ഞു പോകേ നിവൃത്തിയുള്ളൂ. അപ്പം ജോർജ്, നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു കടന്നുകയറ്റമാണ്. ഇനി ഞാൻ മറ്റൊരു അവസ്ഥ പറയാം. യൂസർ ബൈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ മറ്റൊരു നിയമമുണ്ട്. അതിൽ പ്രകാരം ഈ അവരുടെ പ്രത്യേക പെരുന്നാളിന് 1 or 2 തവണ ഏതെങ്കിലും സ്ഥലത്ത് അവർ നിസ്കരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുവരെയും വഖഫിന് ക്ലെയിം ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. എന്തൊരു വിചിത്രമായ അധികാരം നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എവിടെയാണ് നമ്മൾ കാണുന്ന ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കാണുന്ന ആ ഒരു ലോ? ഒരുപക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിസ്കാര പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 2-3 തവണ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോളേജും സ്ഥാപനവും ഒക്കെ ആരുടെ കയ്യിലാകും? വഖഫ് എങ്ങാനും അല്ല അതിന്മേലും ക്ലെയിം ചെയ്യാം. അല്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പലയിടങ്ങളിൽ ഈ രീതിയിലാണ് അവരുടെ ഈ ഒരു ക്ലെയിം വരുന്നത്. ഇനി ഞാൻ പറയും, ഇന്ത്യയിലെ പല പ്രമുഖങ്ങളായ ഹിന്ദു ക്ഷേത്രങ്ങള്, മറ്റു പല സ്ഥലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പല സ്ഥലങ്ങള്, അതുപോലെ പല എന്താ പറയാ ഈ ഗ്രാമങ്ങള് തങ്ങിപ്പാർക്കുന്ന ജനങ്ങളുടെ 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം അവിടെ ഉണ്ട്. അത് ഒരു വഖഫിന്റെ കീഴിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന് തന്നെ വേറൊരു ശരി, അപ്പൊ ഇവർക്ക് ജസ്റ്റ് ഒരു ക്ലെയിം പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയും നേരം വെച്ചാൽ ഈ വഖഫ് ബോർഡിനെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ്
എല്ലാ ആ ഒരു ഗവൺമെന്റ് സംവിധാനങ്ങളും പ്രവർത്തനം അതാണ് വളരെ വളരെ ഒരു വിഷമകരമായ കാര്യം. ഒരു പ്രത്യേക പ്രകടനത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കാനായിട്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള എന്താ പറയുക കാര്യമായി അവരെ കണ്ടത് കാരണമാണെന്ന് അറിയത്തില്ല, അധികാരികളൊന്നും അതിൽ ഒരു താല്പര്യം കാണിച്ചില്ല. അത് കാരണം ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിപൂർവ്വം യാതൊരു തടസ്സവും കൂടാതെ അവർ അങ്ങനെ തന്നെ അങ്ങോട്ട് തുടർന്നു പോവുകയാണ് ചെയ്തത്. അതുപോലെ ജോർജ്, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇനി അഥവാ ഈ വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു ലാൻഡിന്റെ മേലെ ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ ലാൻഡ് ഓണർക്കും പിന്നെ ഗവൺമെന്റിനുമാണ്. ഇനി ഞാൻ പറയുകയാണ്, അവിടെ ലാൻഡ് ഓണർ റെസ്പോൺസിബിലിറ്റി ഇവിടെ ജോർജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് പ്രൂഫ് ചെയ്യേണ്ടത് അല്ലെ, അല്ലെങ്കിൽ ആ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ളത് അത് പൂർണ്ണമായിട്ട് ആ വ്യക്തിയില്ല. ഇനി മറ്റൊരു കാര്യം, ഇനി ആ ലാൻഡ് സർവേ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനെയാണ്. ഇതാണ് കാലാകാലങ്ങൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഗവൺമെന്റ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണം ആരുടെ പണമാണ്? നികുതി പണം, ടാക്സ് പണം. അതാണ് ജോർജ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഇതിനു വേണ്ടി ഈ സർവേ ചെയ്യാൻ വേണ്ടി വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ലാൻഡിന്റെ സർവേക്കും മറ്റുള്ള സകല ചെലവുകൾക്കും ഉപയോഗിക്കുന്നത് ടാക്സ് പണമാണ്, എല്ലാ ജനങ്ങളുടെയും പണം. അല്ലെങ്കിൽ പാർലമെന്റില് ശരിക്കും പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മീഡിയകൾ എല്ലാം കൊടുത്തു, അതെല്ലാം കൊടുത്തു. അതെ, നമ്മുടെ KC വേണുപോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിം എംപിമാരായിക്കോട്ടെ, അവരെല്ലാം അവർ ആഞ്ഞടിക്കുന്നത് കൊടുത്തു. എന്നാൽ ഇതിന് കിരൺ റിജ്ജു മിനിസ്റ്റർ പറയുന്ന വളരെ മനോഹരമായ കൃത്യമായ മറുപടി ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. ശരിക്കും ഓരോ കാര്യങ്ങളും അക്കമിട്ട് എണ്ണി ഇന്ന കാരണങ്ങളാണ്, ഇന്ന കാരണങ്ങൾ പ്രകാരമാണ് ചെയ്തേക്കുന്നത് വളരെ കൃത്യമായി പറയുന്നത്. അവിടെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ കൊടുക്കുമ്പോൾ സാധാരണക്കാർ വളരെ അസ്വസ്ഥരായി മാറുകയാണ് ചെയ്തത്. കാരണം അത് വളരെ കൺഫ്യൂഷനിലേക്ക് ഒരു അസ്വസ്ഥതയിലേക്ക് നീക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നത്. ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ അവർ ആ കിരൺ റിജ്ജുവിന്റെ ആ ഒരു മറുപടി വളരെ കൃത്യമായി കൊടുക്കും. കാരണം ഒരു ചോദിച്ചു ഇതുപോലെ എത്ര മനോഹരമായിട്ട് ഒരു ഉത്തരം കണ്ടിട്ടേ ഇല്ല. വളരെ ചോദിച്ച ഓരോ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. എന്നിട്ട് മന്ത്രി പറയുകയാണ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യമില്ല, ഞങ്ങൾ ചെയ്തു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് വളരെ കൃത്യ ഉത്തരം കൊടുക്കുക. എന്നിട്ട് അതിനെപ്പറ്റി റിപ്പോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ആസ്പെക്റ്റാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കേണ്ടത്. ശരിക്ക് ഈ ഗവൺമെന്റ്, ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ ഒരു തീരുമാനത്തിൽ ശരിക്കൊരു ഇതൊരു ജനക്ഷേമപരമായ തീരുമാനമാണ്, രാജ്യത്തിന്റെ നന്മയെ കരുതിയുള്ള ഒരു തീരുമാനമാണിത്. ഓക്കെ. ഒപ്പം മറ്റൊരു കാര്യമുണ്ട് ജോജി, അതായത് ഈ പറയുന്ന വഖഫിന്റെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് മറ്റ് വിഭാഗത്തിൽ നിന്നും മാത്രമല്ല, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. മുസ്ലിം ഇന്റലക്ച്വൽസ് ആയിട്ടുള്ളവര്, അതായത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഷിയ പോലുള്ള വിഭാഗങ്ങൾ, അത് ബൊഹ്റാസ് പോലുള്ള വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ഒപ്പം തന്നെ മുസ്ലിം സ്ത്രീകളുടെയൊക്കെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഈ മുസ്ലിം സ്ത്രീകളുടെ ഈ ഇൻഹെറിറ്റൻസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ അനീതിപരമായിട്ടുള്ള സമീപനമൊക്കെ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ നിയോഗിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടണം, അത് കുറെ കൂടി സുതാര്യമാക്കണം. അത് ഈ കിരൺ റിജ്ജു കൃത്യമായ മറുപടി പറഞ്ഞു. ഇത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് കൃത്യം പറയുന്നുണ്ട്. 2008 ഒരു JPC പാർലമെന്ററി റിപ്പോർട്ടിലും ഈ കൃത്യമായിട്ട് ഈ വഖഫ് ബോർഡിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി അഴിമതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, മിസ് ഹാൻഡ്ലിങ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ചാരിറ്റി അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വഖഫിലേക്ക് പ്രോപ്പർട്ടി പോകുന്നത്. ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയുടെ ആ മൂല്യവും ഒപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ആനുവൽ ഇൻകവും തമ്മിൽ കമ്പയർ ചെയ്ത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഇൻകം ഇവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിശ്വാസികൾക്ക് നിലവിലെ സംവിധാനത്തിൽ ഈ വഖഫ് ബോർഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഗുണകരമായിട്ടുള്ള സമീപനം ലഭിക്കുന്നില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഭേദഗതി വരുത്തുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം അരുൺ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ അടുത്ത നാൾ റിപ്പോർട്ട് ചെയ്ത ഈ ചെറായി മുനമ്പം ഭാഗത്ത് കേരളത്തിൽ തന്നെ ഈ വഖഫ് ബോർഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു നിലവിലെ നിയമം സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെ, അതിന്റെ മകുടോദാഹരണമല്ലേ ഈ പറയുന്ന ചെറായിലും മുനമ്പത്തിലും പ്രത്യേകിച്ച് വേളാങ്കണ്ണി മാതാ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ആ ഒരു സംഭവ വികാസം. ജോർജ് സൂചിപ്പിച്ചതുപോലെ ആ വേളാങ്കണ്ണി മാതാ ചർച്ച് ചെറായി ബീച്ചിനും മുനമ്പം ആ പ്രദേശങ്ങളെല്ലാം കൂടിയിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പള്ളിയുള്ളത്. ഈ പള്ളിക്ക് ചുറ്റുമായിട്ട് ആ ഇടവകയിലെ ഏകദേശം 600 മേലെ കുടുംബങ്ങൾ, ഈ കുടുംബങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അറിയുകയാണ് തങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ല. അവർ അവരുടെ ഭൂമിയുടെ കരമടിക്കാൻ ചെന്നപ്പോൾ, അവർ പൈസ കൊടുത്ത് വാങ്ങി വർഷങ്ങളോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കരമടിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ ഭൂമിമേൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു. ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, ഇനി നിങ്ങൾക്ക് ഇതിന്മേൽ അവകാശമില്ല, നിങ്ങൾക്ക് ഇനി കരടയ്ക്കാനും പറ്റില്ല, നിങ്ങൾക്ക് പോക്കുവരവ് നടത്താൻ പറ്റില്ല, നിങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ പറ്റില്ല, ഒരു കാര്യവും നടക്കില്ല. ഇതോടുകൂടിയാണ് ഇവർ ഈ വഖഫ്, പാവം മത്സ്യത്തൊഴിലാളികളാണ്, ഇവർ ഈ വാക്കുകളൊന്നും കേട്ടിട്ടില്ല. ഇത് എന്ത് വഖഫ് എന്ന് പറഞ്ഞാൽ അവർ ഞെട്ടിപ്പോയി. അവർക്ക് ഈ വാക്കൊന്നും ഒരു സുപരിചിതമല്ലാത്തൊരു വാക്കാണ്. ജോർജ്, ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 1902 തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് അബ്ദുൾ സത്താർ മൂസ ഹാജി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഈ സ്ഥലം ലഭ്യമാകുന്നു. ഏകദേശം 400 ഏക്കറിന് മേലെയുള്ള ഒരു സ്ഥലമാണ്.
ഈ സ്ഥലം അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ മുൻപ് മുല്ലപ്പെരിയാർ ഡാം പണിതതിന്റെ ഫലമായിട്ട് ആ പ്രദേശങ്ങളെല്ലാം കടലെടുത്ത് ഏകദേശം ഒരു 1950 ആയപ്പോൾ 114 ഏക്കർ സ്ഥലമാണ് പിന്നീട് ബാക്കിയുണ്ടാകുന്നത്. ഇതിനൊക്കെ മുമ്പ് തന്നെ, അതായത് ഇന്നേക്ക് 200 വർഷം മുമ്പ് തന്നെ അവിടുത്തെ നാട്ടുകാർ, ഇപ്പോൾ അവിടെ ആയിരിക്കുന്ന വ്യക്തികൾ അവിടെ താമസിച്ചു തുടങ്ങിയതാണ്. അവർക്ക് 1950 കൂടിയിട്ട് അവിടെ പല സ്ഥലങ്ങളും അവർക്ക് പട്ടയം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം അവർ 1986 ശേഷം അവരവിടെ സ്ഥലം വാങ്ങുന്നുണ്ട്. ഈ 1950 ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന് ഈ സ്ഥലം കൈമാറുകയാണ്. അവർക്ക് ഈ സ്ഥലം കൈമാറുമ്പോൾ ആകെ അവശേഷിക്കുന്നത് ഒരു 114 ഏക്കർ സ്ഥലമാണ്. ഈ 116 ഏക്കർ സ്ഥലം പിന്നീട് അവർ കോളേജിന്റെ നിർമ്മാണവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് അവർ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. പിന്നീട് 1986 നിയമത്തിന് ശേഷം തീരത്തിന് ഒരു 500 മീറ്റർ അകലെ മാത്രമേ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുള്ളൂ എന്ന് അറിഞ്ഞതിന് ശേഷം അവർ ആ പദ്ധതി ഉപേക്ഷിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്ഥലം മുഴുവൻ അവർ ആ നാട്ടുകാർക്ക് നല്ല വിലയ്ക്ക് തന്നെ അവർ വിറ്റു. നാട്ടുകാർ ആ സ്ഥലം സ്വന്തമാക്കി. പിന്നീട് അവർ ആ സ്ഥലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അബ്ദുൾ സത്താർ മൂസ ഹാജിയുടെ പേരക്കുട്ടികള്, അതായത് സിദ്ദിഖ് സേട്ടു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മക്കള്, 3 മക്കള് ചേർന്ന് വഖഫിനെ സമീപിക്കുകയാണ്. കേരള വഖഫ് ബോർഡ് ആ സമയത്ത് രൂപീകരിച്ചിട്ടുള്ളതാണ്. അവിടെ അതിനിടയ്ക്ക് തന്നെ കുറച്ച് ഏരിയകൾ മണൽത്തിട്ടയെല്ലാം വന്ന് അതിനുശേഷം പിന്നീട് ബാക്ക് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് കുറച്ച് ഭൂമിയൊക്കെ തെളിഞ്ഞു വന്നു. പക്ഷെ അത് ഇവരുടെ ഭൂമി ഇരുന്ന സ്ഥലത്തൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാർ ഭൂമിയാണ്. ഇവർ ഇതുമേൽ അവകാശം ഉന്നയിക്കുകയാണ്. അവിടെ ഞങ്ങൾക്കൊരു 300 ഏക്കറോളം സ്ഥലം ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞ് ഇത് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇതോടുകൂടി ആ ഭൂമി വഖഫിന്റെ അവകാശ പരിധിയിലേക്ക് വരികയാണ്. അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളി, വേളാങ്കണ്ണി പള്ളി, കോൺവെന്റ്, 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ, ഇവരുടെ എല്ലാം ഭൂമിയും സർക്കാർ ഭൂമിയും ഈ പറഞ്ഞ 114 ഏക്കർ ഭൂമി മാത്രമല്ല അവിടെയുള്ള എല്ലാ ഏരിയയ്ക്കും കൂടിയിട്ട് വഖഫ് അവകാശം ഉന്നയിച്ച് ആ ഏരിയ മുഴുവൻ തങ്ങളുടേതാന്ന് പറഞ്ഞു. ഇത് ഏത് കാട്ടുനീതിയാണ്? ഇത്രയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഭൂമി, ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ ഭൂമി, ഇതെല്ലാം ഇവരെല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി, ഇത് ഒറ്റ ദിവസം കൊണ്ട് വഖഫ് അവകാശം ഉന്നയിക്കുകയാണ്. ഉന്നയിച്ചതോടുകൂടി ആ ഭൂമി ഇവരുടെ അല്ലാതായിട്ട് തീരുകയാണ്. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലെ ട്രിച്ചിയിലെ തിരുച്ചുന്തറ എന്ന് പറഞ്ഞ സ്ഥലം. അവിടുത്തെ എൻ്റെയർ 3 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും വഖഫ് അവകാശം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് 3 നൂറ്റാണ്ട് മുമ്പ് ട്രിച്ചി ഭരിച്ചിരുന്ന ഒരു നവാബ് അൻവറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി, അദ്ദേഹം ഈ പറഞ്ഞ ഗ്രാമങ്ങളെല്ലാം മുസ്ലിമുകളുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭൂമിയാണത്രേ. ഈ ഭൂമിയിൽ മുസ്ലിമുകൾ താമസിച്ചതിന് യാതൊരു തെളിവില്ല. അവിടെ 4-5 അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളിൽ ഒരു അമ്പലത്തിന് ജോർജ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1300 വർഷം പഴക്കമുള്ള ഒരു അമ്പലം. അതുപോലെ തന്നെ അവിടെ ഉള്ള 95% ജനവും ഹിന്ദുക്കൾ, കൂടാതെ 5% മുസ്ലിമുകൾ. ഈ 5% മുസ്ലിമുകളെയും 95% ഹിന്ദുക്കളെയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിൽ ആ ഭൂമി മുഴുവൻ വഖഫ് അവകാശം ഉന്നയിച്ചു. ഇതിനുശേഷം അവിടുത്തെ ഒരു പരിപാടിയും നടക്കുന്നില്ല. 2022 ഇപ്പോൾ മരിച്ചുപോയ ഒരു രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്തുള്ള ഒരു വയല് വിൽക്കുവാനായിട്ട്, മകളുടെ വിവാഹത്തിനായിട്ട് വയല് വിൽക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ഇത് മുഴുവൻ വഖഫിന്റെ എന്നുള്ളത് അവർ അറിയുന്നത്, ആ നാട്ടുകാരറിയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് അല്ലെ? അതായത് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് വിവിധ മതവിഭാഗക്കാർ ഒന്നിച്ച് തിങ്ങിപ്പാർക്കുന്ന നാട്ടിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സ്പർദ്ധ, ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു നിയമം ഇടവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ അമെൻമെന്റ്സ് അത് എന്തൊക്കെയാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി മാത്രമല്ല അവകാശം ഉന്നയിക്കുന്നത്, ഈ പറയുന്ന ഗവൺമെന്റ് പ്രോപ്പർട്ടീസിന്മേൽ കൂടി അവകാശം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ്, അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അവർ പറയുന്നുണ്ട്. അവർ ഉന്നയിക്കാനുള്ള ഒരു കാരണം, അരുൺ നേരത്തെ ഈ തിരുച്ചിറപ്പള്ളിയിലെ കാര്യം സൂചിപ്പിച്ചതുപോലെ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അത് ചരിത്രപരമായിട്ട് അവരുടെ രാജവംശവുമായി ബന്ധപ്പെട്ട സറായി, അതിനു വേണ്ടിയിട്ടായിരുന്നു ആ ബിൽഡിംഗ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അത് വഖഫാന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ഭാഗം വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നു. എടുത്തു വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2014 രണ്ടാം യു പി എ സർക്കാർ രാജിവെക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഡൽഹിയിൽ ഏകദേശം 123ഓളം പ്രൈം പ്രോപ്പർട്ടീസ് ഈ പറയുന്ന വഖഫ് ബോർഡിന് ലഭിക്കുകയുണ്ടായി. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ ബംഗളൂരിലെ, നേരത്തെ ജോജി സൂചിപ്പിച്ച ബംഗളൂരിലെ ഈദ്ഗാഹ്, ഒപ്പം തന്നെ കൊൽക്കട്ടയിലെ ടോളിഗംഗ് ക്ലബ്ബ്, റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബ്ബ്, ഒപ്പം തന്നെ ITC വിൻസർ ഹോട്ടലിൻ ബാംഗ്ലൂരു, ഒപ്പം തന്നെ ഈ പറയുന്ന തെലങ്കാനയിലെ ഈ സോഫ്റ്റ്വെയർ കമ്പനീസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന, ഹൈദരാബാദിൽ വിപ്രോ പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനീസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, ഇതൊക്കെ വഖഫ് ബോർഡിന്റെ ആണ് എന്ന രീതിയിലുള്ള ക്ലെയിം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ അധികം സ്ഥലങ്ങളൊന്നും ഇല്ല. ഇനി
ഇവർക്ക് അവകാശം ഉന്നയിക്കാനായിട്ട്. ഇവർ ഇന്ത്യയുടെ കണ്ണായ സ്ഥലങ്ങളെല്ലാം ഇവർ അവകാശം അവകാശം ഉന്നയിച്ചു. അത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് 2009 ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 4 ലക്ഷം ഏക്കർ ആയിരുന്നു. ഈ 2024 ആയപ്പോഴേക്കും 9 ലക്ഷം ഏക്കറിലേക്ക് അത് വന്നു. ഇന്ത്യയുടെ ഭൂവിസ്തൃതി അതിനിടയിൽ വർദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ രാജാക്കന്മാരുടെയൊക്കെ പേര് പറഞ്ഞു. ഈ രാജാക്കന്മാരെല്ലാവരും ഇന്ത്യയിൽ അധിനിവേശം നടത്തി ഭരിച്ച വ്യക്തികളാണ്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ അധിനിവേശം നടത്തി ഇന്ത്യയിലെ രാജാക്കന്മാരെ തോൽപ്പിച്ച് ഇവിടെ ഭരണം നടത്തി. ആ ഭൂമി മുഴുവൻ പിന്നീട് ഈ ഇവരുടെ ഭരണം കഴിഞ്ഞപ്പോഴും ഇവർക്ക് നാട് വിട്ട് പോകേണ്ടി വന്നപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. ആ രാജാക്കന്മാർ ഏതൊക്കെ ക്ലെയിം ചെയ്തോ, ഏതൊക്കെ സ്ഥലങ്ങൾ കൈയടക്കിയോ അതെല്ലാം വഖഫിനുള്ള ഭൂമിയാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്ന ഒരു പ്രപ്പോസൽ, ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽസ് ഏതൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് ചർച്ച ചെയ്ത് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. ഒന്ന്, ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി, അത് ഇന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഭാവിയിലായിക്കോട്ടെ, അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നിലനിൽക്കും. ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിന്മേൽ ഒരു കാരണവശാലും വഖഫ് ബോർഡിന് ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് അധീനതയിലാണ്. അത് മറ്റൊരു വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. അത് പ്രധാനപ്പെട്ടാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വഖഫ് യാതൊരു ഡീഡോ യാതൊരു രേഖയുമില്ലാതെ ഇഫ് ദേ തിങ്ക് ദേ ക്യാൻ ക്ലെയിം ഓൺ എ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലോസ്, അങ്ങനെ അവർക്ക് ഇനി അത് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. വഖഫ് അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചാൽ ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കണം. ജില്ലാ കളക്ടറിന് കുറെ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു അധികാരവും കാര്യങ്ങളും നൽകുന്നു. ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ തീർച്ചയായിട്ടും പരിശോധിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ പറയുന്ന ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നേരിടുന്ന നിയമ സംവിധാനം അല്ലെങ്കിൽ നിയമ പോരാട്ടം മറ്റൊരു സിവിൽ കോടതിയിലേക്ക് പോകാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ആ ഒരു അവകാശം ആ ഒരു വഖഫ് ബോർഡിന്റെ ഒരു അപ്രമാദിത്വം പരിമിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമ ഭേദഗതി സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ, നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമല്ല. ഒരു ഭരണഘടനാ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മറ്റ് വ്യക്തികൾ, അതായത് നമുക്കറിയാം ട്രസ്റ്റുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റം, അവർക്കൊക്കെ ബാധകമായിട്ടുള്ള നിയമം എന്താണോ അത് തന്നെ ഈ വഖഫ് ബോർഡിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാക്കന്മാരല്ല. ഈ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന്, രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. മറ്റൊരു വിവാദമായിട്ടുള്ള ഒരു പരാമർശം പലരും ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ സെൻട്രൽ കൗൺസിലിൽ 2 അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ കൂടി വരണം എന്നുള്ള കാര്യം. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ജോജി സൂചിപ്പിച്ചിരുന്നു. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അത് ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി വഖഫിന്റേതാണോ എന്ന് തീരുമാനമെടുക്കുന്ന, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്ന സിവിൽ സ്വഭാവമുള്ള ഒരു ബോഡിയാണ്. മറ്റ് ഈ പറയുന്ന ഹൈന്ദവ മതത്തിലെ ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്ന ആരാധന അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ വഖഫ് ബോർഡ് ഈ പറയുന്ന ഈ ക്ലെയിം നടത്തുന്ന മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും ക്ലെയിം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇരു മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അമുസ്ലിങ്ങളായിട്ടുള്ളവർ ഈ പറയുന്ന ഈ വഖഫ് ബോർഡിന്റെ കൗൺസിലേക്ക് വരേണ്ടത് ആ ഒരു ഭേദഗതി സ്വാഗതാർഹം തന്നെയാണ്. ഇനി ഈ പറയുന്ന ഇവരുടെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സുതാര്യതയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപൂർണമായ സമീപനവും ഒക്കെ വഖഫ് ബോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു സംവിധാനം വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ജോർജ്, എനിക്ക് തോന്നുന്നത് ഇവിടെ വെച്ച് നിർത്തരുതെന്നാണ്. അതായത് ഇനി വഖഫ് ബോർഡ് ഇനി മറ്റൊരു ഭൂമിയിൽ അവകാശം ഉന്നയിച്ചു വരരുത്. കാരണം ഈ നാട്ടിലുള്ള മറ്റൊരു മതസ്ഥർക്കും മറ്റൊരു സ്ഥാപനത്തിനും വേറൊരു ഭൂമിയുമേ അവകാശം ഉന്നയിച്ചു വരാനുള്ള ഒരു അവകാശം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വഖഫ് ബോർഡ് മറ്റുള്ളവരുടെ മേലേക്ക് കുതിര കയറാൻ വരുന്നത്? അവർക്ക് തോന്നി, അവർക്ക് ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറ്റുള്ളവരുടെ ഭൂമിയിലേക്ക്, സർക്കാരിന്റെ ഭൂമിയിലേക്ക്, കണ്ണായ പ്രദേശങ്ങളിലേക്ക് അവർ കണ്ണുവെക്കുന്നത് എന്തിനാണ്? ആ ഒരു അവകാശം തന്നെ എടുത്തു കളയണം എന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു വസ്തുവിന്മേൽ തർക്കമുണ്ടോ, ഓക്കെ, ആ തർക്കം സിവിൽ കോടതി വഴി പോകട്ടെ. അതിന്മേൽ ആർക്കാണോ അവകാശം അത് അവർക്ക് ലഭിക്കട്ടെ. ഇത് കാണുന്ന ഭൂമിയുമേലെല്ലാം അവകാശം പറഞ്ഞു വന്ന് വർഷങ്ങൾക്ക് മുമ്പത്തെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെയും കഥകൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, അതേ കഥകൾ മറ്റുള്ളവർ പറഞ്ഞു വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എങ്ങനെ ഒരു സംവിധാനം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിയമ സംവിധാനം നിലനിൽക്കും? നമ്മൾ ഈ മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കൂടി നാം ചർച്ച ചെയ്യണം. ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായിട്ട് വേര് ഉറപ്പിക്കുന്ന രാജ്യങ്ങളിലെയൊക്കെ ന്യൂനപക്ഷങ്ങളിലേക്ക് ഒരു അവസ്ഥ നമുക്കറിയാം. അവരുടെ ജീവന് മാത്രമല്ല ഭീഷണി വരുന്നത്, അവരുടെ ഭൂമിയും സ്വത്തും ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം രാജ്യത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, രാജ്യത്തിന്റെ മുഖ്യധാര നിയമ സംവിധാനങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ പൗരന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, എന്തൊക്കെ ആ അവകാശങ്ങളിന്മേൽ എന്തൊക്കെ പരിമിതികളുണ്ടോ അത് തന്നെ ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും ബാധകമായിരിക്കണം. അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ശുപാർശകൾ, ആ ഒരു ബില്ല് തികച്ചും സ്വാഗതാർഹം തന്നെയാണ്. കാലാകാലങ്ങളായി
ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മറ്റ് വിഭാഗങ്ങൾ മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവർ പോലും, പ്രത്യേകിച്ച് മുസ്ലിം മത വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന കൊടിയ അനീതിക്ക്, ഒരു നീതി നിഷേധത്തിന് തികച്ചും ഒരു പരിഹാരം ഏകുന്ന ഒരു ശുപാർശയാണ്, നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നത്. സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭേദഗതിയെ കണ്ണടച്ച് എതിർക്കാതെ അതിന്റെ ഒരു മെറിറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുണയ്ക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ മുത്തലാഖ് നിയമം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെ ചരിത്രപരമായിട്ടുള്ള തീരുമാനമെടുത്ത സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ആ നിയമങ്ങൾ റദ്ദാക്കിയതിലൂടെ പിന്നീട് അത് രാജ്യത്തിന് സമ്മാനിച്ച, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സമ്മാനിച്ച നല്ല വശങ്ങൾ നമ്മൾ രാജ്യം ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം സൃഷ്ടിച്ച, ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ഒരു അസമത്വം, അതിന്റെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യം പ്രതിപക്ഷ കക്ഷികൾ തിരിച്ചറിയുക, കേന്ദ്ര സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക. ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയപരമായിട്ടുള്ള ഭിന്നത ഉണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട്, ഒപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെടെ ഉള്ള മറ്റെല്ലാ വിഭാഗക്കാരുടെയും നന്മ മുന്നിൽ കണ്ടുകൊണ്ട് ആ വിഷയത്തിന്മേൽ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കട്ടെ. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവകാശമാണ്. ഒരു വ്യക്തിക്ക് കൂടുതൽ അവകാശമോ കുറഞ്ഞ അവകാശമോ ഒന്നുമില്ല. ആ നിയമം, ഇന്ത്യയുടെ ഭരണഘടന ഇവിടെ എല്ലാവർക്കും ബാധകമാകണം. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അസമത്വത്തിലേക്കും അസമാധാനത്തിലേക്കും ഒക്കെ രാജ്യം വഴുതി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ തൊട്ടൽ അയൽവക്ക രാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന, നിയമ സംവിധാനം, ശക്തമായിട്ടുള്ള ഭരണകൂടം നിലവിൽ ഉള്ളതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് ഇപ്പോൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കുകയില്ല. പൊതുസമൂഹം ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല്, പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ലിന് പൊതുസമൂഹവും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ വൈര്യം മറന്ന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കണം എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും കാണാം. നന്ദി.